നമസ്കാരം. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പുതിയ വാഹനം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഇൻഷുറൻസ് പുതുക്കുമ്പോഴോ ഈ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമസ്കാരം. കാർ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് എമൗണ്ട് പല ഷോറൂമുകളിൽ നിന്ന് തിരക്കുമ്പോൾ ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കാം. നിങ്ങൾ അവർ തരുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഏതാണെന്ന് പോലും ചോദിക്കാതെ അത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നു. 3 വർഷം കമ്പൽസറി ആയിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ മറ്റ് പല ആഡ് ഓൺ പാക്കേജുകളാണ് ഇൻഷുറൻസ് എന്ന നിലയിൽ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത്. നമുക്ക് ആദ്യം പറ്റുന്നൊരു കാര്യം, നിങ്ങളൊരു മെഡിക്ലെയിം എടുക്കാൻ പോകുമ്പോൾ ഓരോ കമ്പനിയുടെ ഓരോ പാക്കേജുകളെ പറ്റി വിശദമായി അറിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ വാഹനം എടുക്കുമ്പോൾ അവരോട് ചോദിക്കുക, ഏത് കമ്പനി ഇൻഷുറൻസ് ആണ്? ന്യൂ ഇന്ത്യ ആണോ, SBI ആണോ, ICICI ആണോ? പല പല കമ്പനികളും ആ ഒരു ഷോറൂമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡുമായിട്ട് അലയൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല കമ്പനികളുടെയും പല കൊട്ടേഷൻ ചോദിക്കും. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ നൽകുന്ന കമ്പനിയുമായിട്ടായിരിക്കും ആ ഷോറൂമിന് അന്ന് അല്ലെങ്കിൽ ആ മാസം അവർ ഇൻഷുറൻസ് കൊടുക്കുന്നത്. ഈ ഒരു മാസം കൊടുക്കുന്ന കമ്പനി ആയിരിക്കില്ല ഒരു പക്ഷേ 2 മാസം കഴിയുമ്പോൾ അവർ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവർക്ക് കമ്മീഷൻസ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏത് കമ്പനിയുടെ ആണോ ഇത്രയും പാക്കേജ് മറ്റൊരു കമ്പനിയുടെ കൊട്ടേഷൻ മേടിക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കുറവുള്ള കമ്പനിയുടെ കൊട്ടേഷൻസ് എടുക്കുക, അല്ലെങ്കിൽ അതിനെ പറ്റി ഡീറ്റെയിൽ റേറ്റിംഗ് നോക്കിയിട്ട് എടുക്കുക. ഷോറൂമുകാർ പറയുന്ന കമ്പനി മാത്രം എടുക്കണ്ട എന്നല്ല, പക്ഷേ ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, പുതുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. അവർ ഷോറൂമുകാർ വിളിക്കുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു, നിങ്ങൾ ഇൻഷുറൻസ് പുതുക്കുന്നു. പക്ഷേ നിങ്ങൾ അപ്പോൾ ചോദിക്കുക, മറ്റൊരു കമ്പനിയുടെ റേറ്റ് എത്രയാണ്, ഈ കമ്പനിയുടെ റേറ്റ് എത്രയാണ്, അങ്ങനെ ചോദിക്കുക. ഇനി എടുക്കേണ്ട പാക്കേജുകൾ ഞാൻ ആദ്യം പറഞ്ഞു, 3 വർഷം എന്ന് പറയാൻ കമ്പൽസറി ആണ് തേർഡ് പാർട്ടി. പിന്നെ ബമ്പർ ടു ബമ്പർ. ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്നത് ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും, അതാണ് ഏറ്റവും വലിയ പാക്കേജ് എന്നാണ്. പക്ഷേ അതല്ല. ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ കുറച്ച് ഡാമേജ് ഉണ്ടായ വാഹനത്തിന്, അപ്പോഴേക്കും ആ വാഹനത്തിന് IDV വാല്യൂ ഉണ്ടാവും. IDV എന്ന് പറയുന്നത് നിങ്ങൾ മേടിക്കുന്ന വാഹനത്തിന്റെ എക്സ്-ഷോറൂം പ്രൈസിന്റെ, ഓൺ റോഡ് പ്രൈസിന്റെ അല്ല, എക്സ്-ഷോറൂം പ്രൈസിന്റെ ഏകദേശം 90-95% ആയിരിക്കും ആദ്യത്തെ വർഷത്തെ IDV. അടുത്ത വർഷം വരുമ്പോഴേക്കും അതിൻ്റെ ഒരു 10-25% വീണ്ടും കുറയും. അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ഒരു 20% വെച്ചിട്ട് വാഹനത്തിന്റെ വില കുറച്ച് കുറച്ച് IDV കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ബമ്പർ ടു ബമ്പർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ആക്സിഡന്റ് നടന്നാൽ, നിങ്ങളൊരു വാഹനത്തിന്റെ ഒരു മേജർ ആക്സിഡന്റ് നടന്നു, മോശമില്ലാത്ത കുറച്ച് വർക്ക് വന്നു, 1 ലക്ഷം രൂപ വർക്ക് വന്നാലും നിങ്ങൾ ഒരു പക്ഷേ 1000 രൂപ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഫീ മാത്രം നൽകിയാൽ ആ ഒരു വർക്ക് ഫുള്ളായിട്ട് കമ്പനി ചെയ്തു തരും. ഇതിനേക്കാളും വലിയൊരു ആക്സിഡന്റ് ആണെന്ന് വിചാരിക്കുക, ടോട്ടൽ ലോസ് സംഭവിച്ചു, നിങ്ങൾ ബമ്പർ ടു ബമ്പർ അത് എടുക്കുന്നു, അപ്പോൾ നിങ്ങളുടെ IDV വാല്യൂ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ എഞ്ചിൻ അല്ലെങ്കിൽ RTA, എഞ്ചിൻ പ്രൊട്ടക്ഷൻ, RTA, കൺസ്യൂമേഴ്സ്, ഇങ്ങനെ 3-4 പാക്കേജുകൾ കൂടിയുണ്ട്. അതിൽ നിങ്ങൾ തീർച്ചയായും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് RTA. RTA എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ഇൻവോയ്സ്. ഒരു വാഹനത്തിന് മേജർ ആക്സിഡന്റ് നടന്നു, ആ വാഹനം ടോട്ടൽ ലോസ് സംഭവിച്ചാൽ നിങ്ങൾ ആദ്യം എടുത്ത പാക്കേജ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിന്റെ എക്സ്-ഷോറൂം പ്രൈസിന്റെ ഇത്ര ശതമാനം IDV വാല്യൂ മാത്രമായിരിക്കും ലഭിക്കുന്നത്. റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻവോയ്സ് എമൗണ്ട്, നിങ്ങൾ വാഹനം മേടിച്ച സമയത്ത് ഇൻവോയ്സ് എമൗണ്ടിന്റെ ഒരു 95% ലഭിക്കും. അങ്ങനെ പറയാൻ കാര്യം, രജിസ്ട്രേഷൻ ഫീസും ഇൻഷുറൻസിന്റെ മറ്റ് ചെറിയ ചെറിയ എമൗണ്ടുകൾ പല രീതിയിൽ വരുന്നത്, ആ എമൗണ്ട് ലഭിക്കില്ല. പക്ഷേ വാഹന എക്സ്-ഷോറൂം പ്രൈസും നിങ്ങൾ ആദ്യം കേരള ഗവൺമെന്റ് അടച്ച റോഡ് ടാക്സും ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഫുൾ ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞ പാക്കേജ് മാത്രം എടുത്ത് അത് വർക്ക് മാത്രം ചെയ്തു തരും. ടോട്ടൽ ലോസ് സംഭവിച്ച വാഹനങ്ങൾക്ക് വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നീട് വരുന്നൊരു പാക്കേജാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ. അത് എല്ലാ കമ്പനികൾക്കും ഉണ്ട്. എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാഹനം ഒരു വെള്ളത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലഡ് വരികയോ അങ്ങനെയൊക്കെ വരുമ്പോൾ വാഹനത്തിന് എഞ്ചിൻ ഡാമേജ് സംഭവിക്കും. അത് ചില കമ്പനികൾ, ചില ഇൻഷുറൻസ് കമ്പനികൾ ബമ്പർ ടു ബമ്പർ മാത്രം ഉണ്ടെങ്കിൽ അത് നൽകാറില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ചില ഇപ്പോൾ പുതിയ പാക്കേജുകൾ വരുന്നുണ്ട്, എഞ്ചിനിൽ ചിലപ്പോൾ ഓയിൽ നമ്മൾ അടിക്കുന്ന ഇന്ധനം മാറി അടിക്കാറുണ്ട്, അല്ലെങ്കിൽ എഞ്ചിൻ മറ്റ് പല ഡാമേജുകളും വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അവർ ചോദിക്കുക, ഇത് ഏതിലാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഉൾപ്പെടുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് ചോദിച്ചതിന് ശേഷം മാത്രം ഈ പാക്കേജുകൾ എടുക്കുക. പിന്നെ വരുന്ന മറ്റൊരു പാക്കേജാണ് കൺസ്യൂമേഴ്സ്. അത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. നിങ്ങളുടെ AC-യുടെ ഒരു ആക്സിഡന്റ്, നിങ്ങളുടെ AC-യുടെ ഗ്യാസ് ലീക്കായി, അത് ബമ്പർ ടു ബമ്പർ മാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. എഞ്ചിൻ ഓയിൽ, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ലീക്കായ അല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ, നെറ്റും ബോൾട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഇൻഡിവിജ്വൽ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും. ഇങ്ങനെ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അതിന് പേയ്മെൻറ്റ് അടക്കേണ്ടി വരത്തില്ല. മിനിമം ഉള്ള സർവീസ് ചാർജ് മാത്രം അടച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു പാക്കേജുകളുണ്ട്. ആ പാക്കേജിൻ്റെ പൈസ ആര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൽകുന്ന ഇൻഷുറൻസിൻ്റെ പേപ്പറിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഒരിക്കലും റൗണ്ട് ഫിഗർ ആയിരിക്കില്ല ഇൻഷുറൻസ് എമൗണ്ട്. ഇതെല്ലാ പാക്കേജും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ടാക്സ് കൂടി അടച്ചതിന് ശേഷമുള്ള എമൗണ്ട് വരും. അപ്പോൾ ആ എമൗണ്ട് കൃത്യമായി തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് പേപ്പറിൽ ഉണ്ടാവും. ആ കാണിക്കുന്ന എമൗണ്ട് മാത്രമേ കൊടുക്കാവൂ. പല ഷോറൂമുകളിലും ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എമൗണ്ട് ആദ്യം പറയുന്ന രീതിയിൽ വളരെ കൂടുതൽ മേടിക്കുകയും
പാക്കേജുകൾ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബമ്പർ ടു ബമ്പർ എന്താണെന്നും എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്താണെന്നും റിട്ടേൺ ടു ഇൻവോയ്സ് എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗം അറിഞ്ഞതിന് ശേഷം അതുകൂടി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.